ഇട്ടിരിക്കുന്നത്. അത് തെക്ക് അമ്പലപ്പുഴയായാലും വടക്ക് തളിപ്പറമ്പിലായാലും എവിടെയൊക്കെയാണോ ഇടത് വിമതന്മാരുള്ളത്, ആ ശക്തന്മാരായ ഇടത് വിമതന്മാർ, അതായത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് നേടാൻ പറ്റിയ വിമതന്മാരുണ്ടെങ്കിൽ അവരെ യു ഡി എഫിന് പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു നയം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തളിപ്പറമ്പിൽ നേരത്തെ അബ്ദുൾ റഷീദ് ഒന്നാം പേരുകാരനായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. സുനിൽ കനകുലു നടത്തിയ സർവേയിലും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയായിരുന്നു ഒന്നാമതായത്. അതായത് അബ്ദുൾ റഷീദ് എന്ന ഒറ്റ പേരിലേക്ക് എത്തിച്ചേരാൻ തളിപ്പറമ്പിൽ കഴിഞ്ഞിരുന്നു. പക്ഷേ ടി കെ ഗോവിന്ദൻ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹം എം വി ഗോവിന്ദനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനുള്ള തീരുമാനവും തളിപ്പറമ്പിൽ തീരുമാനമായിരുന്ന വി പി അബ്ദുൾ റഷീദിനെ ധർമ്മടത്തേക്ക് മാറ്റിയത്. കാര്യം അബ്ദുൾ റഷീദ് പഠിച്ചിരുന്നത് ധർമ്മടം മണ്ഡലത്തിലാണെന്ന്, അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്നത് പെരളശ്ശേരിയിലാണ്, അത് ധർമ്മടം മണ്ഡലത്തിലാണ്. ഇതെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല അബ്ദുൾ റഷീദിന് സീറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ തളിപ്പറമ്പിലെ പല മണ്ഡലം കമ്മിറ്റികളും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുകയും AICC-ക്ക് KPCC-ക്കും ഇമെയിൽ അയക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പ്രതിഷേധം കൂടി പങ്കുവെച്ച് ആ പ്രതിഷേധത്തിൻ്റെ വികാരം കൂടി ഉൾക്കൊണ്ടാണ് അബ്ദുൾ റഷീദിന് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ധർമ്മടത്ത് അബ്ദുൾ റഷീദിന് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ധർമ്മടം ഉൾപ്പെടെയുള്ളവ സീറ്റുകളാണ് ഇനി വരേണ്ടിയിരിക്കുന്നത്. ഇത് 2 ഘട്ടമായിട്ടായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 56 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളായിരിക്കും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുക. D. നനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.